നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ ഇന്ന് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി അവസാനിച്ചതോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യം ഒന്നാകെ കാത്തിരുന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഏപ്രിൽ 9 ആരംഭിച്ചതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. ഏപ്രിൽ 9 അതുപോലെ തന്നെ 23 29 തെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഏപ്രിൽ 9 കേരളം, അസം, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ് നടന്നത്. ബംഗാളിൽ 23 29 രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബംഗാളിൽ 23 29 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടന്നു. അതായത് പോളിംഗ് ശതമാനം അത് ഒന്നാം ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഉയർന്ന പോളിംഗ് ശതമാനം, റെക്കോർഡ് പോളിംഗ് ശതമാനം നടന്നു. ഈ രണ്ടാം ഘട്ടത്തിലും അതുപോലെ തന്നെ റെക്കോർഡ് പോളിംഗ് ശതമാനം നടന്നു. പക്ഷേ ഒന്നാം ഘട്ടത്തിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് രണ്ടാം ഘട്ടത്തിൽ അല്പം പോളിംഗ് ശതമാനം കുറവാണ്. ഇത് TMC ക്യാമ്പുകളെ വലിയ രീതിയിൽ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ, പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും നൽകുന്ന സൂചന അതുതന്നെയാണ്. കേരളത്തെക്കുറിച്ചാണെങ്കിൽ ഒരു UDF മുന്നേറ്റമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോൾ ഏജൻസികളും നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ഒന്നോ രണ്ടോ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണിക്കുന്നുണ്ട്. അപ്പോഴും UDFന് തന്നെയാണ് മേൽക്കൈ. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDF ഭരണത്തിലെത്തുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അതായത് ദേശ് കാ വേർഡിക്റ്റ് എന്ന എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് UDFന് 82 മുതൽ 92 സീറ്റുകൾ വരെ കേരളത്തിൽ ലഭിച്ചേക്കാം. LDFനെ സംബന്ധിച്ചിടത്തോളം 47 മുതൽ 57 സീറ്റുകൾ വരെയാണ്. ഭരണം നഷ്ടപ്പെടുന്നു അവിടെ. LDFന് 1 മുതൽ 4 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കുന്നു. IPCLന്റെ റിപ്പോർട്ട് പ്രകാരം 68 മുതൽ 74 സീറ്റുകൾ വരെ UDF, 58 മുതൽ 70 സീറ്റുകൾ വരെ LDFന്, 2 മുതൽ 5 സീറ്റുകളാണ് ഇപ്പോൾ NDAക്ക് പ്രവചിച്ചിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് 70 മുതൽ 80 സീറ്റുകൾ വരെ UDF നേടുന്നു. 58 മുതൽ 68 സീറ്റുകൾ വരെ നേടി LDF തൊട്ടു പിന്നിലെത്തുന്നു. 0 മുതൽ 4 സീറ്റുകൾ വരെയാണ് NDAക്ക് പ്രവചിച്ചിരിക്കുന്നത്. സത്താ ബസാറിൻ്റെ എക്സിറ്റ് പോൾ റിപ്പോർട്ട് അനുസരിച്ച് 75 മുതൽ 85 സീറ്റുകൾ വരെ UDF നേടുമെന്നാണ് അവരുടെ പ്രവചനം. 56 മുതൽ 66 സീറ്റുകൾ വരെ LDF നേടാം. NDA 2 മുതൽ 3 സീറ്റുകൾ വരെ നേടും എന്നാണ് സത്താ ബസാറും പ്രവചിക്കുന്നു. PMARKന്റെ സർവേ ഫലം 71 മുതൽ 79 വരെ സീറ്റുകൾ UDF നേടുമെന്നാണ്. 62 മുതൽ 69 സീറ്റുകൾ വരെ LDF നേടും. 1 മുതൽ 4 സീറ്റുകൾ വരെ BJPക്ക്. അങ്ങനെയാണ് PMARKന്റെ സർവേ ഫലം. മെട്രിക്സിൻ്റെ സർവേ ഫലം 70 മുതൽ 75 സീറ്റുകൾ വരെ, അതും UDFന് മുൻതൂക്കം നൽകുന്ന സർവേയാണ്. 60 മുതൽ 65 സീറ്റുകൾ വരെ LDFന്, 3 മുതൽ 5 സീറ്റുകൾ വരെ NDAക്ക്. ആക്സിസ് മൈ ഇന്ത്യ ഫലമനുസരിച്ച്, എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് 78 മുതൽ 90 സീറ്റുകൾ വരെയാണ് UDFന് ഇപ്പോൾ ഈ പ്രവചിച്ചിരിക്കുന്നത്. 49 മുതൽ 62 വരെ സീറ്റുകൾ LDFന് പ്രവചിച്ചിരിക്കുന്നു. 0 മുതൽ 3 സീറ്റുകൾ വരെ NDAക്ക് പ്രവചിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ പുറത്തു വന്ന ഇത്രയും എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് ഈ എല്ലാ ഏജൻസികളും, നിരവധി ഏജൻസികൾ ഫലം പ്രവചിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഏജൻസികളും വിരൽ ചൂണ്ടുന്നത് UDF ഭരണത്തിലേക്കാണ്. പിണറായി വിജയൻ സർക്കാർ തുടരുന്നില്ല, തുടർഭരണം എന്ന അവകാശവാദം പൊളിയുന്നു. LDF സർക്കാരിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. UDF ഭരണം തിരിച്ചു പിടിക്കുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF ഭരണം, കേരളത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കുന്നു എന്ന സൂചന തന്നെയാണ് എല്ലാ ഏജൻസികളും നൽകുന്നത്, എല്ലാ എക്സിറ്റ് പോൾ ഏജൻസികളും നൽകുന്നത്. പക്ഷേ അത്ര വലിയ 100 സീറ്റിനപ്പുറമൊന്നും ആരും പ്രവചിക്കുന്നില്ല. 75 മുതൽ 80 സീറ്റുകൾ വരെ എന്നതാണ് ശരാശരി. 90 സീറ്റുകൾ വരെ പരമാവധി പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ UDF ഭരണത്തിൽ വരികയാണ് എന്ന സൂചന തന്നെയാണ് എല്ലാ ഏജൻസികളും നൽകുന്നത്. തൊട്ടു പിന്നിൽ LDF ഉണ്ട്. NDAക്ക് 5 സീറ്റുകൾ വരെ, ഏതാണ്ട് 7 സീറ്റുകൾ വരെ പ്രവചിച്ചിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട്. പക്ഷേ ശരാശരി 1 മുതൽ 3 മുതൽ 5 സീറ്റുകൾ വരെ എന്ന് നമുക്ക് ശരാശരി NDAയുടെ പ്രകടനത്തെ വിലയിരുത്താം. എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം കാത്തിരുന്നത് അത് ബംഗാളാണ്. ബംഗാളിൽ എന്ത് സംഭവിക്കും എന്നതാണ് ഏറ്റവും അധികം ഉത്സാഹത്തോടെ നമ്മൾ കാത്തിരുന്നത്. 3 എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇപ്പോൾ ഇതുവരെ ലഭ്യമാണ്.
ലഭ്യമായിട്ടുണ്ട്. അത് പി മാർക്കിൻ്റെതാണ്. ഒന്നാമത്തേത് 118 മുതൽ 138 സീറ്റുകൾ വരെയാണ്. അതായത് 148 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 118 മുതൽ 138 ഒതുങ്ങുന്നു തൃണമൂൽ കോൺഗ്രസ്. 150 മുതൽ 175 സീറ്റുകൾ വരെ BJP നേടും. അട്ടിമറി വിജയം ബംഗാളിൽ BJP നേടുമെന്നാണ് ഈ പി മാർക്ക് സർവേ ഫലം പ്രവചിക്കുന്നത്. പോൾ ഡയറിയുടെ എക്സിറ്റ് പോൾ സർവേയും പ്രവചിക്കുന്നത് അതുതന്നെയാണ്. 99 മുതൽ 127 സീറ്റ് വരെ എന്നതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നമ്പർ എന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പോരാട്ടം 127 സീറ്റിൽ എത്തുന്നു. 148 എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ തൃണമൂൽ കോൺഗ്രസിന് സാധിക്കുന്നില്ല. 142 മുതൽ 171 സീറ്റ് വരെ BJP നേടും. വീണ്ടും അട്ടിമറി വിജയം BJP ബംഗാളിൽ നേടുമെന്ന് മറ്റൊരു സർവേ കൂടി പറയുന്നു. മാട്രിക്സിൻ്റെ എക്സിറ്റ് പോൾ സർവേയും ഫലം പറയുന്നത് അതുതന്നെയാണ്. 125 മുതൽ 140 സീറ്റ് വരെ തൃണമൂൽ കോൺഗ്രസിന്, 146 മുതൽ 165 സീറ്റുകൾ വരെ BJPക്ക്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ അട്ടിമറി വിജയം നേടുന്നു എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. അതായത് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന സ്ഥലമാണ്. ആദ്യഘട്ടങ്ങളിൽ അഭിപ്രായ സർവേകൾ പുറത്തു വന്നപ്പോൾ ആ അഭിപ്രായ സർവേകൾ പ്രകാരം പറഞ്ഞിരുന്നത് TMC തുടർഭരണം, തൃണമൂൽ കോൺഗ്രസ് തുടർഭരണം നേടുമെന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അന്തിമ ഫലമല്ല, എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് കുറച്ചുകൂടി യാഥാർത്ഥ്യ ഫലത്തിന് അടുത്ത് നിൽക്കുന്നതാണ്. എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ BJP അവിടെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 3 സർവേ ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 3ലും BJP വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ബംഗാൾ ഭരണം പിടിച്ചെടുക്കുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ചരിത്ര വിജയം തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബംഗാളിൽ BJP ഭരണത്തിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. തമിഴ്നാട്ടിൽ സത്താ ബസാറിൻ്റെ സർവേ അനുസരിച്ച് 140 മുതൽ 143 സീറ്റുകൾ വരെ DMK സഖ്യം നേടും. AADMK BJP സഖ്യം 45-65 ഒതുങ്ങും. TVK വിജയുടെ പുതിയ പാർട്ടിയായ TVK 7 മുതൽ 9 സീറ്റ് വരെ എന്നതാണ് ഈ സത്താ ബസാറിൻ്റെ സർവേ പറയുന്നത്. പീപ്പിൾസ് പൾസ് 125 മുതൽ 145 സീറ്റുകൾ വരെ ഈ DMK സഖ്യത്തിന് പറയുന്നുണ്ട്. NDA AIADMK സഖ്യത്തിന് 65 മുതൽ 80 സീറ്റുകൾ വരെയാണ്. 18 മുതൽ 24 സീറ്റുകൾ വരെ TVKക്ക് പ്രവചിക്കുന്നുണ്ട്. ന്യൂസ് 18ൻ്റെ എക്സിറ്റ് പോൾ സർവേ പ്രകാരം 125 മുതൽ 145 സീറ്റുകൾ വരെ തമിഴ്നാട്ടിൽ DMK മുന്നണിക്ക് ലഭിക്കുമെന്നാണ്. 65 മുതൽ 80 സീറ്റുകൾ വരെയാണ് BJP AIADMK സഖ്യത്തിന് ലഭിക്കുക. 18 മുതൽ 24 സീറ്റുകൾ വരെ അത് TVKക്ക് ലഭിക്കുന്നു. ഈ 2 സർവേകളും ഏതാണ്ട് ഒരുപോലെ വരുന്നുണ്ട്. 3 സർവേകളുടെ ഫലം പരിശോധിച്ചാൽ തമിഴ്നാട്ടിൽ DMK സഖ്യം തുടർഭരണം നേടുന്നു എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷം തമിഴ്നാട് ഭരിച്ചത് DMK ആണ്. അത് തുടരുന്നു. AIADMK BJP സഖ്യത്തിന് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. വിജയുടെ പുതിയ പാർട്ടിയായ TVK അത് 24 സീറ്റുകൾ വരെ, 18 മുതൽ 24 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ് ഒരു ശരാശരി ഈ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അസം ഏക സ്വരത്തിൽ തന്നെ എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പറയുന്നത് BJP അധികാര തുടർച്ച നേടും എന്നാണ്. 80 മുതൽ 100 സീറ്റുകൾ വരെ നേടി. 88 മുതൽ 100 സീറ്റുകൾ വരെ നേടി NDA സഖ്യം അധികാരത്തിൽ തുടരും. 24 മുതൽ 35 സീറ്റുകളിലേക്ക് കോൺഗ്രസിൻ്റെ പ്രയാണം ഒതുങ്ങും എന്നാണ് അസമിൽ പുറത്തു വരുന്ന എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പറയുന്നത്. ഈ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എക്സിറ്റ് പോൾ സർവേകളെല്ലാം സീറ്റുകളുടെ എണ്ണത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ, ചില വ്യത്യാസങ്ങൾ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ വരുന്നുണ്ട്. എങ്കിലും ഈ എല്ലാ എക്സിറ്റ് പോൾ സർവേകളും ഭരണമാറ്റം അല്ലെങ്കിൽ ഭരണ തുടർച്ച അത് ഒരേ ശബ്ദത്തിൽ പ്രവചിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണ തുടർച്ച ഇല്ല. അവിടെ പിണറായി വിജയൻ സർക്കാർ 10 വർഷം നീണ്ട യാത്ര അവസാനിപ്പിക്കുന്നു. UDF 10 വർഷത്തിന് ശേഷം ഈ കേരളത്തിൻ്റെ ഭരണം പിടിക്കുന്നു എന്നുള്ളതാണ്. അവിടെ BJP ഏതാണ്ട് 3 മുതൽ 5 സീറ്റുകൾ വരെ ശരാശരി നേടും എന്ന് ഈ എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണമാണ്. DMK സഖ്യം തുടർഭരണം നേടും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ മാത്രമല്ല AIADMK BJP സഖ്യം അതിന് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല
TVK, പുതിയ പാർട്ടിയാണ് TVK, അധികാരത്തിൽ വരുമെന്നൊക്കെ അവർ അവകാശവാദം ഉന്നയിച്ചു. പക്ഷേ തരക്കേടില്ലാത്ത തരത്തിലുള്ള ഒരു എൻട്രി TVKക്ക് തമിഴ്നാട്ടിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. 18 മുതൽ 24 സീറ്റുകൾ വരെ, അല്ലെങ്കിൽ 7 മുതൽ 9 സീറ്റ് വരെ, ഇങ്ങനെയൊക്കെയാണ്. പ്രധാനമായും ഒരു ശരാശരി 10-12 സീറ്റാണ് എല്ലാ സർവേകളും തമിഴ്നാട്ടിൽ പ്രവചിക്കുന്നത്. ബംഗാളിൽ വളരെ അട്ടിമറി വിജയം തന്നെ. ഇതുവരെ അഭിപ്രായ സർവേകളൊക്കെ പറഞ്ഞിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ മറ്റൊരു ഫലം പ്രവചിക്കുന്നു. എല്ലാ സർവേകളും പ്രവചിക്കുന്നത് BJP അവിടെ അട്ടിമറി വിജയം നേടുന്നു എന്ന് തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസ് 15 വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ച് അവിടെ തൃണമൂൽ കോൺഗ്രസ് പിൻവാങ്ങുന്നു. BJP ചരിത്രം എഴുതുകയാണ്. ബംഗാളിൽ ചരിത്ര വിജയമാണ് BJP ബംഗാളിൽ നേടുന്നത്. മമതയുടെ പോരാട്ടം അവസാനിക്കുന്നു. ഇനി BJP യുഗമാണ് ബംഗാളിൽ എന്ന് പ്രവചിക്കുന്ന ഫലങ്ങളാണ്, എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. അസമിനെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല, അവിടെ BJPക്ക് ഇപ്പോൾ വെല്ലുവിളിയില്ല. BJP അവിടെ തുടർഭരണം നേടും. കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുകയും ചെയ്യും എന്നാണ് അസമിനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന.